ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തേത് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഈ സാറ്റർഡേയിൽ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ 2 ദിവസമായിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് മഴ ചാറി പെയ്തുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം മാത്രമേ ഷോപ്പിംഗ് ചെയ്യാനായിട്ട്, കാരണം സൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ ഈ സാറ്റർഡേയിൽ അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഷോപ്പിംഗ് വീഡിയോസ്, പിന്നെ ഞങ്ങൾക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പം ഞങ്ങൾ ഈ സാറ്റർഡേ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ പുറകിൽ കാണുന്ന ഷോപ്പിംഗ് മോളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് ഇന്ന് വന്നേക്കുന്നത് കൗഫ്ലാൻഡിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾ സെക്ഷനിൽ പോകാം. അവിടെയാണ് തേങ്ങ ഇരിക്കുന്നത്. ഇവിടുത്തെ തേങ്ങയാണ് അത്യാവശ്യം നല്ലത്, നമുക്ക് ഒരെണ്ണം എടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾ സെക്ഷനിൽ പോയിട്ട് വേറെ എന്തെങ്കിലും വേണോ എന്ന് നോക്കാം. അപ്പം നമുക്കിന്ന് വേണ്ടത് തക്കാളിയാണ്, പിന്നെ നമുക്ക് കുറച്ച് പഴം വേണം, പിന്നെ നമുക്ക് കുറച്ച് ബീൻസും കൂടി എടുക്കാം. ഇവിടുത്തെ ബീൻസും അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ക്യാപ്സിക്കം പോലെയുള്ള ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മളിവിടെ വന്നിട്ട് വേ ചെയ്യണം. കാരണം ഇതിനകത്തൊരു സ്റ്റിക്കർ കിട്ടും, ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ വന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. പിന്നെ നമുക്ക് പാലിൻ്റെ സെക്ഷനിൽ ചെല്ലുമ്പോൾ പാലിൻ്റെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പം നമുക്ക് സാധാരണ ബയോ മിൽക്കാണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ നമുക്ക് അത് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടിയത് യോഗർട്ടാണ്. ഈ യോഗർട്ട് കുഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നമുക്ക് അതും കൂടി എടുക്കാം. പിന്നെ നമുക്ക് മുട്ടയുടെ സെക്ഷനിൽ നിന്ന് മുട്ട എടുക്കാം. പിന്നെ ഇവിടെയുള്ള ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ബേക്കറി സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഒരു സാധനം എന്ന് വെച്ചാൽ സ്പിനാച്ച് അകത്ത് വെച്ചൊരു റോളാണ്. അതിനകത്ത് തന്നെ മീറ്റ് അകത്ത് വെച്ചതൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മളിന്ന് സ്പിനാച്ച് അകത്ത് വെച്ച ബൊറേക്ക് എന്നൊക്കെയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ നമുക്കത് കുഞ്ചിക്ക് വേണ്ടി ഒരു ചോക്കോ ഡോണറ്റ് എടുക്കാം. ഈ ചോക്കോ ഡോണറ്റ് കുഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതും നമ്മളെടുത്തു. അതുകൂടാതെ നമ്മളിത് സ്വീറ്റ് ബോൾസാണ്. അപ്പോൾ ഈ സ്വീറ്റ് ബോൾസ് നമ്മുടെ നാട്ടിലേതാണ്ട് ഗോതമ്പുണ്ട പോലെയൊക്കെ തന്നെ ഇരിക്കും. പിന്നെ അത്യാവശ്യം നല്ല മധുരമാണ്, സോഫ്റ്റുമാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ കേക്കിൻ്റെ സെക്ഷൻ. അപ്പോൾ ഒരുപാട് ടൈപ്പ് കേക്കുണ്ട്, പക്ഷേ നമുക്ക് ഇന്ന് തിരാമിസുവിൻ്റെ കേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തിരാമിസു എടുത്തു. ഇനി നമ്മൾ പോകുന്നത് ജ്യൂസിൻ്റെ സെക്ഷനിലാണ്. ഇപ്പോൾ ജ്യൂസിൽ ഈ ഫ്രീസറിലിരിക്കുന്ന എല്ലാം ഫ്രഷ് ജ്യൂസുകളാണ്. പിന്നെ ദേ തൊട്ടടുത്ത് കണ്ടോ, ഈ ഇരിക്കുന്ന കരിക്കാണ്. ഈ കരിക്ക് തായ്ലൻഡിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. പിന്നെ ദേ നമ്മൾ മീനിൻ്റെ സെക്ഷനിൽ ചാള, ഫ്രോസൺ ചാളയാണ്. അത്യാവശ്യം വലിയ ചാളയൊക്കെ തന്നെയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ചിക്കൻ സെക്ഷൻ. ഇവിടെ ചിക്കൻ മേടിക്കുമ്പോൾ നമ്മൾ ഓരോ പാർട്സായിട്ട് മേടിക്കാൻ പറ്റും. തൈ, ലെഗ്സ്, വിങ്സ് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ഫില്ലറ്റാണ്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ഫില്ലറ്റ് എടുക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇൻസ്റ്റൻറ്റ് കേക്ക് പൗഡേഴ്സൊക്കെ ഇരിക്കുന്ന സെക്ഷനാണ്. അപ്പോൾ നമുക്കിന്ന് മഫിൻ്റെ ഒരു പൗഡർ എടുക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഓവനിൽ വെച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതെല്ലാം നമ്മുടെ ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ബില്ല് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അങ്ങനെ ഞങ്ങളുടെ അത്യാവശ്യം ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ അവിടുന്ന് തന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ വാങ്ങിച്ചു. പെട്ടെന്നുള്ളൊരു കഴിപ്പായിരുന്നു, സാറ്റർഡേ അല്ലേ, കാരണം ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം. ഇതേ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല മഴയാണ്. ഞങ്ങൾ ആ മഴയത്ത് തന്നെ നനഞ്ഞ് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തതേ. ഞങ്ങളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊരു ബസ്സൊക്കെ പിടിച്ചല്ലേ, ഒരു 10-14 സ്റ്റോപ്പ് പോകണം. ബസ്സിലിരുന്ന് നമ്മൾ പോകുന്നത് എവിടെയാണ്, ബൃന്ദാളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പൊ അവിടെ കുറെ ഇങ്ങനെ ഒരു വലിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഔട്ട്ലെറ്റ് ഉണ്ട്, അഡിഡാസ്, അതേപോലെ നൈക്കി, അങ്ങനെയുള്ള ഔട്ട്ലെറ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ടോമി ഹിൽഫിഗർ ഇതിന്റെ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉള്ള സ്ഥലമാണ്. പിന്നെ അത്യാവശ്യം അവിടെ കഴിക്കാനും ഒക്കെ കുറെ എന്താ പറയുക റെസ്റ്റോറന്റുകളും വേറെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നോയ്പർല സ്യൂഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ശരിക്കും ഇന്ത്യക്കാരുടെ ഒരു കേന്ദ്രമാണ്. എൻ്റെ പുറകിൽ തന്നെ 2-3 പേര് ഇപ്പോൾ ഉണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഇഷ്ടംപോലെ ഇന്ത്യക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി വന്നു, ഇതാണ് 210 ബൃന്ദാളം എന്ന് പറഞ്ഞ ബസ്. നമ്മൾ ഇതിലേക്കാണ്, ഇന്ത്യനാട്ടാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ഫ്രണ്ടിൽ കൂടി തന്നെ കയറാം. നമ്മുടെ ഡ്രൈവർ ചേട്ടനോട് ഇതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കയറാം. ഫൈനലി നമുക്ക് സീറ്റൊക്കെ കിട്ടി. ഈ കാണുന്ന സ്ഥലമാണ് ഔട്ട്ലെറ്റുകൾ. കണ്ടോ, ഈ
ടു ഔട്ട്ലെറ്റുകളാണ്. നമുക്ക് ആദ്യം ഏതെങ്കിലുമൊക്കെ ഔട്ട്ലെറ്റുകളിൽ നമുക്ക് കയറാം. നമ്മളത് ഇവിടുത്തെ അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് ജെറി വെബറൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ഫുള്ള് നൈക്കി, പെൻഡില് അങ്ങനെയുള്ള കുറേ ഷോപ്പുകളൊക്കെയാണുള്ളത്. പിന്നെ അപ്പം നമുക്കിപ്പോൾ തൽക്കാലം നമുക്ക് കയറാം. ഇവിടെ അഡിഡാസ് അല്ലേ, അഡിഡാസിൽ കയറി നോക്കാം. മഴ ഒരു രക്ഷയില്ലാത്ത മഴയല്ലേ. നമുക്കതേ അഡിഡാസിലോട്ട് കയറാം. ഈ ഷൂ ഉണ്ടോ, അഡിഡാസിൻ്റെ ഒരു ടൈപ്പ് ഷൂ ആണ്. ഇതിൻ്റെ സ്പോർട്സ് മോഡലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് അറിയില്ല. അഡിഡാസിൻ്റെ ഈ ഒരു പുള്ളോവർ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ടൈപ്പ് പുള്ളോവർ ആയത്. നമുക്കിതൊന്നെടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാലോ? പിന്നെ എന്താ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിന്റെ തൊട്ട് ലാർജ് മേടിക്കണം. എനിക്കൊന്ന് ഈ കിടക്കുന്ന ഞാനൊരു റണ്ണിങ് ഷൂസ് എടുത്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എൻ്റെ സൈസ് കറക്റ്റാണ്. ഇറ്റ്സ് ഓക്കെ, കൊള്ളാം. നല്ല കംഫർട്ടബിളാണ്, നല്ല കുഷനൊക്കെയാണ്. അതിനിടയ്ക്ക് കുഞ്ചിതി അവിടെ ഒരു ഫുട്ബോൾ എടുത്തിട്ടുണ്ട് അഡിഡാസിന്റെ. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞത് പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. കൊള്ളാം അല്ലേ? വെറൈറ്റി ആണല്ലേ, കൊള്ളാം അല്ലേ? ഇതൊരു വെറൈറ്റി കളറാണ്, അതുപോലെ തന്നെ വെറൈറ്റി പ്രൈസും ആണ്. 130 യൂറോ. അങ്ങനെ ഞങ്ങൾ ഇതേ അഡിഡാസിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നൈക്കിയുടെ ഷോറൂമിലൊന്ന് കയറി നോക്കാം, എന്തൊക്കെയുണ്ട്, ഓഫറൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം ഇങ്ങനെ ഓരോ ഷോപ്പുകളാണ്, ഔട്ട്ലെറ്റുകളാണ്. സാറ്റർഡേ ആയതുകൊണ്ട് കണ്ടോ, ഇത് ജനറൽ ഫർണിച്ചറും പിന്നെ വീട്ടുപകരണങ്ങളാണ് നമ്മുടെ നൈക്കിയുടെ ഔട്ട്ലെറ്റ്. ഇതിന് സിബില്ല, ഫ്രണ്ടിന് സിബില്ല, ഫ്രണ്ട് ഓപ്പൺ അല്ല. ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിലേ കൊള്ളുള്ളൂ. നിങ്ങളൊരു റെയിൻകോട്ടിൻ്റെ റേറ്റ് കണ്ടോ, 83 യൂറോ. ഇതിപ്പോൾ റിബേറ്റിൽ കിടക്കുകയാണ്. റിബേറ്റ് ഇട്ടിട്ട് തന്നെ ഇതിനകത്ത് ഏകദേശം 70 യൂറോ 60 യൂറോ ഒക്കെയാണ് ഇതിൻ്റെ വില. ഇപ്പോൾ നമ്മൾ നൈക്കി ആണെങ്കിലും അഡിഡാസ് ആണെങ്കിലും ക്വാളിറ്റി നോക്കുമ്പം ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. പിന്നെ അഡിഡാസിന് ഇവിടെ റേറ്റ് കുറയും, കാരണം ജർമ്മനിയിൽ തന്നെ ഉള്ള ഷൂ അല്ലേ, അപ്പോൾ അതുകൊണ്ട് റേറ്റ് കുറയും. പക്ഷേ എനിക്ക് തോന്നുന്നു ക്വാളിറ്റി രണ്ട് സെയിമാണ്. ക്വാളിറ്റി സെയിം. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാനായിട്ട് എവിടെയെങ്കിലും പോകണം. തൊട്ടടുത്തൊരു KFC ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഫൈനലി നമ്മൾ അപ്പാപ്പൻ്റെ കടയിലെത്തി. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. അപ്പോൾ ഈ ഒരു KFCയിൽ സെൽഫ് ഓർഡർ കിയോസ്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് സ്ലിപ്പും എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. ഇനി നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ നമ്പർ വരുമ്പോൾ അവർ വിളിക്കും. കിട്ടിയത് കിഡ്സ് മെനു ആണ്. ഇതെന്താണ്, പ്ലേയിങ് കാർഡ്സോ? പിന്നെന്താണ്, ഒരു ജ്യൂസ് ഉണ്ട്. പിന്നെ കിഡ്സ് മെനുവിനകത്ത് എന്താ, ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്, പിന്നെ ഒരു ചീസ് ബർഗർ അല്ലേ. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ്. ഞങ്ങളൊരു മെനുവാണ് മേടിച്ചത്. ഞങ്ങൾ ക്രിസ്പി ചില്ലി ചീസ് ബർഗറും, പിന്നെ ഞങ്ങൾക്ക് 2 പീസ് ചിക്കനുണ്ട്, പിന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതേ മിറിൻഡ എടുക്കാൻ പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ചില്ലി ചീസ് ബർഗറാണ്. ഇതിൻ്റെ സോസ് നല്ല രസമുണ്ട്, നല്ല സോസാണ്. ശരിക്കും നമ്മുടെ മക്ഡൊണാൾഡ്സിലൊക്കെ ബർഗർ കഴിക്കുന്നതിനെക്കാട്ട് ടേസ്റ്റ് ഉണ്ട് KFCയിലെ ബർഗർ. അത് മൊത്തം നല്ല ചൂടായിട്ടാണ് വന്നേക്കുന്നത്, നല്ല ചൂടാണ്. കൊള്ളാമല്ലേ? കുഞ്ചി കളിക്കാൻ കാർഡ്സൊക്കെ കിട്ടിയല്ലേ. ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം വലിയ പീസാണല്ലോ. നല്ല ക്രിസ്പി ചിക്കൻ കൊള്ളാം. അപ്പോൾ ഇത് നമ്മൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള ബസ് നോക്കണം. ബസ്സിൽ കയറി നമുക്കിപ്പോൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് നനഞ്ഞ്, ഭയങ്കര മഴയും തണുപ്പും, നല്ല തണുപ്പും ഉണ്ട്, കാറ്റും, രക്ഷയില്ലല്ലേ. നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് നോക്കാം. നമുക്ക് ബസ്സിൻ്റെ അങ്ങോട്ട് നടക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി
അങ്ങനെ ഇന്നത്തെ നമ്മുടെ സാറ്റർഡേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നല്ല മഴയും തണുപ്പൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ സംഭവം അവസാനിപ്പിക്കാൻ പല സംഭവങ്ങളും നമ്മൾ ഇടയ്ക്ക് ക്യാൻസൽ ചെയ്തു. കാരണം മഴ ഒരു രക്ഷയില്ല, മൊത്തം മഴ കാരണം നനഞ്ഞ് കുളിച്ച് ഒരു പരിവായി. അതെ സത്യം. പിന്നെ ആദ്യമൊക്കെ ഞങ്ങൾ മഴ എൻജോയ് ചെയ്തു, പിന്നെ കുറെ ആയപ്പോഴത്തേക്കും നനഞ്ഞ് തണുക്കാൻ തുടങ്ങിയപ്പോൾ എൻജോയ്മെന്റ് മാറി. പിന്നെ ഞങ്ങൾ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പം നമ്മൾ അടുത്ത സാറ്റർഡേ അല്ലേ, അടുത്ത സാറ്റർഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Until then, bye bye.